ഗ്ലാനിർഭവതി ഭാരത. വത്സ എത്രയായി സ്വാമി? 110 രൂപ. 110 രൂപയോ? അതിത്തിരി കൂടുതലുണ്ട്. ഇത്രയും ചുറ്റിക്കറങ്ങി വന്നില്ലേ സ്വാമി? അനിയ നിൽ. സന്നിവിഷ്ടം മാർഗമധ്യേ അഗ്നിഗോളാതി സംവൃത പോന്ന വഴിക്ക് തീ പിടിച്ച് കത്തിപ്പോട്ടെ. 5 പൈസ പോലും വേണ്ട, ഞാൻ പൊയ്ക്കോണം, ശപിക്കരുത്. എടാ മോനെ, നിന്നെ കണ്ടിട്ട് കുറെ കാലമല്ലോ. അങ്ങ് കണ്ണൂർ ഒരു ഒഴിപ്പിക്കലുണ്ടായിരുന്നു. ഗ്ലാനിർഭവതി ഭാരത. ഒഴിപ്പിക്കലോ? നീ എന്താ മന്ത്രവാദിയാ? കൂതല്ലേ, പണ്ണ് കുറച്ച് കൂടുന്നുണ്ട്. ഇപ്പൊ ആർക്കും പരസ്പരം കണ്ടുകൂടുന്നേ. പരസ്പരം കൂടോത്രം വെച്ച് നശിപ്പിക്കലാണ് പണി. അവൻ വരുന്നു. നീ ശരിക്കും മന്ത്രവാദിയായ? കഴിഞ്ഞ കുറച്ചു കാലേ മീശപ്പുലിമലയിൽ പോയി ധ്യാനത്തിലായിരുന്നു. എവിടെന്നാന്നറിയില്ല, എനിക്കൊരു വെളിപാടുണ്ട്. പാലമരത്തിലേക്ക് പോ എന്നാണ് എന്റെ വെളിപാട്. വല്യച്ഛന്റെ പ്രായം കൊണ്ടൊന്നും ഞാൻ നോക്കില്ല. കൂടോത്രം വെച്ച് ഞാൻ നശിപ്പിച്ചു കളയും. ആരെ വീട്ടിലായിരുന്നു ഒഴിപ്പിക്കല്? ഭക്ഷണം കഴിച്ചിട്ട് പേശന്തിന് നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങ് കണ്ണൂരിലൊരു പ്രസിഡന്റിന്റെ വീട്ടിലാ. ഏത് പ്രസിഡന്റ്? പഞ്ചായത്ത് പ്രസിഡന്റാ? കൂടോത്രം കണ്ടെടുത്തു പറയുന്നൊരു വാർത്ത അങ്ങനെ എന്തെങ്കിലും കണ്ടെടുത്തിട്ടുണ്ടോ? ശരി അറിയില്ല. മുട്ടയിലാണോ കൂടോത്രം? ഇത് പഴയ കാലമൊന്നുമല്ല, മുട്ടയൊന്നുമില്ല. ഇത് തകിടാ, തകിട്, ചെമ്പ് തകിട്. തവിടല്ല മനുഷ്യ, തകിട്. അതിൽ 2 കാല്, ഒരു തല, ഒരു വീട്. പുള്ളിക്കാണ് ഒടുക്കത്തെ കാലുവേദനയായിരുന്നു തന്നെ. പിന്നെ പുള്ളി സ്ഥിരം എക്സസൈസ് ചെയ്യായിരുന്നേ. വേറൊരു തകിടിലാണെങ്കിൽ ഒരു വീട്, അതും ഈ പ്രസിഡന്റിന്റെ വീട് വരച്ചു വെച്ചിരിക്കുന്നു. വീടിന്റെ ഏകദേശം കൂടോത്രം ചെയ്യാൻ വരയ്ക്കാനും പഠിക്കണം. ഇത് ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് കടുകയൊന്നും ചെയ്യിക്കരുത്. ഞാനങ്ങ് ശപിച്ചു കളയും കേട്ടോ. പിന്നെയാണെങ്കിൽ ഒരു തകിടിലൊരു തല. തല എന്ന് പറഞ്ഞാൽ ചെറിയ തലയൊന്നുമല്ല, ഒരാളുടെ മുഴുവൻ തല. ഇത് സീരിയസ് ആണ്. തലയ്ക്ക് തലവേദന, തലയ്ക്ക് ഭാരം വരിക, തലയ്ക്ക് ഇന്ന് രാവിലെ വരെ പറഞ്ഞിട്ട് സത്യം. ഓ, അപ്പൊ തല പൊട്ടിത്തെറിക്കുമായിരിക്കും അല്ലേ? ആവേശം കൊള്ളരുത്. തല പൊട്ടിത്തെറിക്കൊന്നുമില്ല, കുറച്ച് തലവേദന ഉണ്ടാവും. ബുദ്ധിമുട്ടാവോ? ശകലം ബുദ്ധിമുട്ടാവും. എന്നിട്ട് ഞാനിങ്ങനെ നിന്നത് അത്ഭുതം. ഇതൊക്കെ സംഭവിച്ചിട്ടും പുള്ളി പയറ് പോലെ നിൽക്കുന്നുണ്ടോ? അതാണ് പുള്ളിയുടെ മെയിൻ. എടാ, നീ ഇതിനു മുമ്പേ വേറെ ഒഴിപ്പിക്കലിന് പോയിട്ടുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ. 5-6 കൊല്ലം മുമ്പേ ഇതേ ക്ലബിന്റെ വേറൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ കേസ് അറ്റൻഡ് ചെയ്ത് നമ്മുടെ ആൾക്കാരാ. ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ആ കേസ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ കർണാടകത്തിൽ വേറൊരു ക്ലബിന്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ശത്രുവിനെ സംഹാര യാഗ. പുള്ളിക്കറിയായിരുന്നു കേരളത്തിലാണ് ഈ കൂടോത്രത്തിന് ഒഴിപ്പിക്കലിനൊക്കെ സാധ്യത. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു? കേരളത്തിലേക്ക് വന്നു. അതുകൊണ്ട് എനിക്കൊരു കരിയറായി. എന്നാലും ആരായിരിക്കും ഇത് അയാളോട് ചെയ്തത്? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. ഭീമനൊക്കെ ഉണ്ടോ ഇതിനകത്ത്? വിളച്ചിലിറക്കരുത് കേട്ടോ. ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. മാക്സിമം ഒതുക്കാൻ പറ്റുന്നല്ല ഒതുക്കി. സ്വാമി പറഞ്ഞോ. പ്രജ്ഞസ്വച്ഛ മനപരാക്രമ ഗുണാൻ വൈദ്യക്ഷയ പ്രത്യർത്ഥി. കേട്ടോ, ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കുറച്ച് ചാവുന്നു. സുധാകരനെതിരെ ഗുണോത്രം ചെയ്യണമെങ്കിൽ സതീശൻ കമ്പനി അല്ലാതെ വേറെ ആരാണ് സുധാകരനെതിരെ ഗുണോത്രം ചെയ്യാൻ നമ്മുടെ നാട്ടിൽ? വേദമന്ത്രധ്വനികളുടെ ഊർജം നാം ഈ തകിടുകളിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞു. പ്രതിഷേധം മതിയാക്കൂ, ദുഷ്കർമ്മി പുറത്തു വരൂ. അരുത്, പാപിക്ക് പശ്ചാത്തപിക്കാൻ ഒരു ചെറുപഴുതുകൂടി നാം വെറുതെ വിടാം. ഈ തകിടും തലയും അണ്ടകടാഹത്തെ ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചു തരുന്നതിന് മുമ്പ് തുറന്നു പറഞ്ഞോളൂ, ഇനിയും ക്ഷമിക്കാനാവില്ല. ആരാണ് നീ? എന്തിനു വന്നു? സൊല്ലമാട്ടേന്നോ? എന്താ സംഭവിച്ചതെന്ന് നിങ്ങളല്ലേ പറയേണ്ടത്, ഞാനറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ഭക്ഷണം കഴിച്ചിട്ട് പേശന്തിന് നിൽക്കാൻ കഴിയുന്നില്ല.